ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി വിത്ത് നാനാർജീസ്. ഇന്ന് നമുക്ക് 10th ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. കബീർദാസിൻ്റെ ഒരു സാഖിയാണ്. കബീർദാസിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ലൈൻ നോക്കൂ. കബീർ കാ ജന്മ 1398 में काशी में हुआ माना जाता है. കബീർദാസിൻ്റെ ജനനം 1398 കാശിയിലാണെന്ന് കരുതപ്പെടുന്നു. ഗുരു രാമാനന്ദ് കെ ശിഷ്യ कबीर ने 120 वर्ष की आयु पाई. ഗുരു രാമാനന്ദൻ്റെ ശിഷ്യനായിരുന്ന കബീർ 120 വർഷക്കാലം ജീവിച്ചു. जीवन के अंतिम कुछ वर्ष मगहर में बिताए और वहीं चिरनिद्ര में लीन हो गए. ജീവിതത്തിൻ്റെ അവസാന നാളുകൾ അദ്ദേഹം മഗഹറിലാണ് കഴിച്ചുവിട്ടത്. അത് യു പിയിലുള്ള സ്ഥലമാണ്. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ചിരനിദ്ര മേ ലീൻ ഹോ ഗേ മീൻസ് അന്ത്യനിദ്ര പ്രാപിച്ചു. कबीर का आविर्भाव ऐसे समय में हुआ था जब राजनीतिक, धार्मिक और सामाजिक क्रांतियाँ अपने चरम पर थी. അതായത് കബീർ എഴുതുന്ന സമയത്തല്ല, അദ്ദേഹം വളർന്നു വന്ന സമയത്ത് ഇങ്ങനൊരു സമയമായിരുന്നു. എങ്ങനെയുള്ളൊരു സമയം? രാജനീതിക്, ധാർമ്മിക് ഓർ സാമാജിക് ക്രാന്തിയ, രാഷ്ട്രീയപരമായിട്ടും മതപരമായും സാമൂഹികമായും ഒക്കെയുള്ള വിപ്ലവങ്ങൾ അതിൻ്റെ ചരമസീമയിലായിരുന്നു. ചരംപർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടോപ്പിൽ, ഹൈ പീക്കിൽ നിൽക്കുന്ന സമയം. കബീർ ക്രാന്തദർശി കവിത്തെ, അതുകൊണ്ട് തന്നെ കബീർ വളരെ ഒരു വിപ്ലവകാരിയായ കവിയായിരുന്നു. ഉൻകി കവിത മേ ഗഹരി സാമാജിക് ചേതന പ്രകട് ഹോത്തി ഹെ. അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ വളരെ ആഴത്തിലുള്ള സാമൂഹിക വിഷയങ്ങൾ പ്രകടമായിരുന്നു. അതായത് അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, സമൂഹത്തിന് നന്മയേകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഉൻകി കവിത സഹജ് ഹി മർമ്മ കോ ഛൂ ലേത്തി ഹെ. അദ്ദേഹത്തിൻ്റെ കവിതകൾ സത്യമായും മർമ്മത്തെ തൊടുന്നതാണ്. മർമ്മത്തെ തൊടുക എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് അല്ലേ. അതായത് നമ്മുടെ മർമ്മത്തിൽ തൊട്ടാൽ നമ്മൾ മരിച്ചു പോകും അല്ലേ. തൊടുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തൊടുകയല്ല, ആഴത്തിൽ തൊട്ടാൽ. അപ്പോൾ അത്ര ആഴത്തിൽ ഹൃദയസ്പർശിയായ കവിതകളാണ് അദ്ദേഹം എഴുതിയത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. एक और धर्म के बाह्य आडंबरों पर उन्होंने गहरी और तीखी चोट की है, तो दूसरी ओर आत्मा परमात्मा के विरह मिलन के भावपूर्ण गीत गाए हैं. ഒരു വശത്ത്, ഏക്കോർ മീൻസ് ഒരു വശത്ത് ഈ മതത്തിൻ്റെ ബാഹ്യ ആഡംബരങ്ങളെ പ്രതി അദ്ദേഹം വളരെ തീഖി ചോട്ട് കി ഹെ. തീഖി എന്ന് പറഞ്ഞാൽ വളരെ തീക്ഷ്ണമായ മുറിവേൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത്തരം ബാഹ്യ ആഡംബരങ്ങളെ അദ്ദേഹം വളരെ നിശിതമായി വിമർശിച്ചിരുന്നു. തോ ദൂസരി ഓർ ആത്മാ പരമാത്മാ കെ വിരഹ മിലൻ കെ ഭാവപൂർണ്ണ ഗീത് കഹെ. എന്നാൽ മറുവശത്ത് ആത്മാവും പരമാത്മാവിൻ്റെയും വിരഹവും കൂടിച്ചേരലിനെ കുറിച്ചൊക്കെ വളരെ ഭാവപൂർണ്ണമായി അദ്ദേഹം പാട്ടുപാടി എഴുതി. കബീർ ശാസ്ത്രീയ ജ്ഞാൻ കി അപേക്ഷ അനുഭവ ജ്ഞാൻ കോ അധിക മഹത്വ ദേത്തെ थे. കബീർ ഈ ശാസ്ത്രീയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായ വിദ്യാഭ്യാസം, അതായത് പുസ്തകങ്ങളിൽ നിന്ന് ആർജിക്കുന്ന അറിവിനേക്കാളും അനുഭവജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ഒരു വ്യക്തി തൻ്റെ അനുഭവത്തിൽ നിന്ന് നേടുന്ന അറിവിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഉൻകാ വിശ്വാസ് സത്സംഗ് മേ था और वे मानते थे कि ईश्वर एक है, वे निर्विकार है, अरूप है. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇതായിരുന്നു. സത്സംഗിനാണ് അദ്ദേഹം. സത്സംഗ് എന്ന് പറഞ്ഞാൽ നല്ല കൂട്ട്, സത് സംഗ് നല്ല കൂട്ടുകെട്ട്. അവർ മാനത്തേക്ക് ഈശ്വരൻ ഒന്നാണ്, അതുപോലെ നിർവികാരനാണ്, അരൂപിയുമാണ്, അതായത് ഒരു രൂപമില്ലാത്തതുമാണ് എന്നാണ് കബീർദാസ് വിശ്വസിച്ചിരുന്നത്. കബീർ കി ഭാഷ പൂർവി ജനപദ് കി ഭാഷ തി. കബീറിൻ്റെ ഭാഷ പൂർവി ജനപദ്, ആ ഭാഗത്തുള്ള ഭാഷയായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഭോജ്പുരി, രാജസ്ഥാനി, പഞ്ചാബി ഭാഷകളുടെയൊക്കെ ഒരു മിശ്രണം ഉണ്ടായിരുന്നു. അത്ര ഭാഷകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. उन्होंने जनचेतना और जन भावनाओं को अपने शब्द और साक्यों के माध्यम से जन जन तक पहुंचाया. അദ്ദേഹം ജനവികാരങ്ങളെ, ജനഭാവനകളെ, അതായത് ആളുകളുടെ ഫീലിങ്സിനെ അപ്പനെ സബദ് എന്ന് പറഞ്ഞാൽ വാക്കാണ് കേട്ടോ, വാക്കുകളിലൂടെ ഓർ സാഖ്യം കെ മാധ്യം. സാഖ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഈ ഈരടികൾ, 2 വരി കവിതകൾ, അതിലൂടെയൊക്കെ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇത്
എത്തിച്ചിരുന്നു. തൻ്റെ ജനഭാവനകളെ അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ എത്തിച്ചിരുന്നു. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ദോഹയിലേക്ക് പോകാം. കസ്തൂരി കുണ്ടലി ബസൈ മൃഗ് ഢൂണ്ഡെ ബൻ മാഹി ऐसे खड़ी खड़ी राम है ദുനിയ ദേക്കൈ നാഹി. ഇവിടെയും കസ്തൂരി, കുണ്ടലി, ബൻമാഹി ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ അതിൻ്റെ വേർഡ് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. ഫസ്റ്റ് വൺ കസ്തൂരിയാണ് അല്ലേ. കസ്തൂരി എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യന്ത സുഗന്ധിത് പദാർത്ഥ ജോ ഹിരൺ കി നാഫി മേ ഹോത്താ ഹെ. അതായത് വളരെ സുഗന്ധം നൽകുന്ന ഒരു പദാർത്ഥമാണ്. അത് എവിടെയാണ് ഉള്ളത്? ഈ മാനിൻ്റെ, കസ്തൂരി മാനിൻ്റെ വയറിനുള്ളിൽ, അതായത് നാഫിയിലാണുള്ളത്. കുണ്ടലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാഫി എന്നാണ്. കുണ്ടലി എന്ന് പറഞ്ഞാൽ നാഫി, നേവൽ, നമ്മൾ പുക്കിൾ എന്നൊക്കെ പറയുന്നു. മൃഗ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അനിമൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഹിന്ദിയിൽ മൃഗം എന്ന് പറഞ്ഞാൽ ഹിരണാണ്, അതായത് കസ്തൂരിമാൻ. ബൻ മാഹി, ബൻ എന്ന് വെച്ചാൽ വനം തന്നെയാണ്. ബൻ മാഹി എന്ന് പറഞ്ഞാൽ വനത്തിൻ്റെ ഉള്ളിൽ, ജംഗൽ കെ ഭീതർ. ഖടി ഖടി, ഖടി ഖടി മീൻസ് കൺമേ ഹർ ഹൃദയമേ, അതായത് ഓരോ കണത്തിലും, തൂണിലും തുരുമ്പിലും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറില്ല, അതുപോലെ. അതായത് ഇവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ഓരോരോ ഹൃദയങ്ങളിലും. രാം എന്ന് പറഞ്ഞാൽ രാമൻ എന്നാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈശ്വരൻ അഥവാ പരമാത്മ എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഭാവാർത്ഥം ഒന്ന് ഡിസ്കസ് ചെയ്യാം. कबीर दास जी कहते हैं कि जिस प्रकार कस्तूरी दैट मीन्स एक सुगंधित पदार्थ हिरण की अपनी ही नाफी में मौजूद होती है. അതായത് ഹിരണിൻ്റെ, അതായത് കസ്തൂരിമാനിൻ്റെ നാഫിക്കുള്ളിൽ തന്നെ എന്തുണ്ട്? ആ സുഗന്ധ പദാർത്ഥമുണ്ട് അല്ലേ. ലേക്കിൻ ഉസ്കി തീവ്ര സുഗന്ധസെ വ്യാകുൽ ഹോക്കർ, എന്നാൽ അതിൻ്റെ ആ തീവ്ര സുഗന്ധത്തിൽ ടെൻഷൻ അടിച്ചിട്ട്, എന്ന് വെച്ചാൽ ഇവിടെ ടെൻഷൻ അടിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നതല്ല, ഇത് എവിടെ നിന്നാണ് ഈ മണം വരുന്നതെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയിൽ ഹിരൺ എന്ത് ചെയ്യും? ഹിരൺ ഉസെ പൂരെ ജംഗൽ മേ യഹാ വഹാ ഡൂണ്ട്താ ഫിർതാ ഹെ. ആ ഹിരൺ അതിനെ, അതായത് കസ്തൂരിമാൻ അതിനെ നോക്കി വനത്തിനുള്ളിൽ ഡൂണ്ട്താ ഫിർതാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? കറങ്ങിത്തിരിയുന്നു, ചുറ്റിത്തിരിയുന്നു. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നതെന്നറിയാൻ കസ്തൂരിമാൻ വനം മുഴുവനും ഈ കസ്തൂരി തപ്പി നടക്കുകയാണ്. യഥാർത്ഥത്തിൽ കസ്തൂരി എവിടെയാണുള്ളത്? ഹിരണിൻ്റെ തന്നെ വയറിനുള്ളിലാണുള്ളത്. क्योंकि वो इस बात से अनजान होता है कि वो खुशबू उसके फीदर से आ रही है. കാരണം എന്താ? वो इस बात से अनजान है, അത് ഈ കാര്യത്തെക്കുറിച്ച് അതിന് അറിവില്ല. അൻജാൻ മീൻസ് അറിവില്ല. वो खुशबू उसके फीदर से आ रही है, ആ സുഗന്ധം തൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അതിനില്ല, അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്നില്ല. ടിക് ഉസി പ്രകാർ ഈശ്വർ അഥവാ രാം भी इस सृष्टि के कण कण में और हर मनुष्य के हृदय के भीतर निवास करते हैं. അതുപോലെ തന്നെയാണ് ഉസി പ്രകാർ ഈശ്വരൻ, അതായത് ഗോഡ് എന്ന് പറയുന്ന ആ ശക്തി, ഈ സൃഷ്ടിക്ക് കൺമേ, ഓരോ സൃഷ്ടിയ കണങ്ങളിലും, അതായത് തൂണിലും തുരുമ്പിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉണ്ട്. അല്ലെങ്കിൽ ഓർ ഹർ മനുഷ്യക്ക് ഹൃദയക്ക് ഫീദർ നിവാസ് കർത്തേ ഹെ, ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിനുള്ളിൽ ദൈവമുണ്ട്. പരന്തു അജ്ഞാനതാ കെ കാരൻ സംസാർ കെ ലോഗ് ഉന്നയം പഹച്ചാൻ നഹി പാത്തെ. പക്ഷേ തൻ്റെ അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനതാ കെ കാരൻ സംസാർ കെ ലോഗ്, ഈ ലോകത്തിലെ മനുഷ്യർക്ക് ഉന്നയം പഹച്ചാൻ നഹി പാത്തെ, അതിനെ കണ്ടെത്താൻ കഴിയുന്നില്ല, ദൈവത്തെ കണ്ടെത്താനാവുന്നില്ല. ഓർ ഉന്നെ മന്ദിരോ മസ്ജിദോ ഓർ തീർത്ഥോ തഥാ ബാഹരി കർമ്മകാണ്ഡോമേ ഡൂണ്ട്തേ രഹത്തെ. അതുകൊണ്ടാണ് മന്ദിർ എന്ന് വെച്ചാൽ അമ്പലം, നിങ്ങൾക്കറിയാലോ. മസ്ജിദ് എന്ന് പറഞ്ഞാൽ മോസ്കാണ്, അതായത് മുസ്ലിങ്ങളുടെ ആരാധനാ സ്ഥലം. തീർത്ഥസ്ഥലങ്ങൾ അറിയാം, പല പല തീർത്ഥാടനങ്ങൾക്കായിട്ട് ആളുകൾ പോകുന്നത് കണ്ടിട്ടല്ലേ. അത് ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും പോകുന്നത് നമുക്ക് കാണാറുണ്ട്. അതുപോലെ ബാഹരി കർമ്മകാണ്ഡം, മറ്റു പല പൂജ, അങ്ങനത്തെ പല പല ക്രിയകളിലൂടെയൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നു? ഡൂണ്ട്തേ രഹത്തെ, ആരെയാണ്? ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈശ്വരൻ അവരിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഓരോ സൃഷ്ടിയിലുമുണ്ട് എന്നാണ് ഇവിടെ കബീർ പറയുന്നത്. കബീർദാസിൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ആ ഭാവാർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി വരുന്ന സ്റ്റാൻസകളുടെ, അതായത് ദോഹകളുടെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം.
അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോൾ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇതിൽ നിന്നൊക്കെ വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട് നമുക്കൊരു റിവിഷനൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്യാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി, അതിനൊക്കെ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.